ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ഒരു മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി 1 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 4 പച്ചമുളക് അരച്ചതും ചേർക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 കപ്പ് തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിനയില, 5 സവാള അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇതിൽ നിന്നും കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ബാക്കി കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി നമ്മൾ സവാള ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ നിന്നും 4 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 45 മിനിറ്റ് ഒക്കെ എടുക്കും മട്ടൺ വെന്ത് കിട്ടാൻ. ഇടയ്ക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. 3 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി കുതിരാനായി വെക്കണം. മട്ടൺ പകുതി വേവായിട്ടുണ്ട്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കാം. ഈ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് 4 പീസ് പട്ട, 5 ഗ്രാമ്പൂ, 4 ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ബേ ലീഫും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളം ചേർക്കാം. ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് അല്പം മുൻപന്തിയിൽ നിൽക്കുന്ന വിധത്തിലാണ് ചേർക്കേണ്ടത്. 1 നാരങ്ങയുടെ നീര് ചേർക്കാം. ഒരു രമ്പയില ചേർക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. വെള്ളം നന്നായി തിളച്ച് വരണം.
ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുതിർത്തി ഊറ്റിവെച്ച അരി ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ നന്നായി തിളക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ റൈസ് നന്നായി വെന്തിട്ടുണ്ട്. രംഭയില ഇതിൽ നിന്നും മാറ്റാം. ഇപ്പോൾ മട്ടൺ നന്നായി വെന്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും 10 കാഷ്യൂ നട്ട്സും 1/2 ടീസ്പൂൺ സാജീരകവും 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുത്ത് മട്ടണിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. മസാല ഇപ്പോൾ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പകുതി റൈസ് ഇട്ട് കൊടുക്കാം. രണ്ട് നുള്ള് ഗരം മസാലപ്പൊടി വിതറി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇടാം. ഇതിനു മുകളിലേക്ക് ബാക്കി ചോറ് കൂടി ഇടാം. രണ്ട് നുള്ള് മസാലപ്പൊടി വിതറി കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ റോസ് വാട്ടറും മിക്സ് ചെയ്തെടുത്തതാണിത്. ഇതും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ മാറ്റിവെച്ച സവാള ഫ്രൈ ചെയ്തതും അതിനോടൊപ്പം കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നമുക്കിത് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റായി. നമ്മുടെ മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റിയായ ഒരു മട്ടൺ ബിരിയാണിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.